ഖത്തർ ഇന്ത്യയിൽ തുടങ്ങുന്ന വിസ കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് നാളെ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഖത്തറിൽ തൊഴിൽ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മുഴുവൻ വിസ നടപടിക്രമങ്ങളും ഈ സെന്ററിൽ വെച്ച് പൂർത്തീകരിക്കും. ഇന്ത്യയിൽ 7 സംസ്ഥാനങ്ങളിലായി ഖത്തർ തുടങ്ങുന്ന വിസ സേവന കേന്ദ്രങ്ങളിൽ ആദ്യത്തേതാണ് ഡൽഹിയിൽ നാളെ പ്രവർത്തനം തുടങ്ങുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രതിനിധികൾ, ഇന്ത്യയിലെ ഖത്തർ സ്ഥാനപതി ഉൾപ്പെടെയുള്ള ഉന്നത വ്യക്തിത്വങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഇതോടെ ഡൽഹിയിൽ നിന്നും സമീപ സംസ്ഥാനങ്ങളിൽ നിന്നും ഖത്തറിൽ ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മുഴുവൻ വിസ നടപടിക്രമങ്ങളും ഈ സെന്ററിൽ വെച്ച് തന്നെ പൂർത്തീകരിക്കാം. കരാർ ഒപ്പുവെക്കൽ, സർട്ടിഫിക്കറ്റ് പരിശോധനകൾ, മെഡിക്കൽ പരിശോധന, ഫിംഗർ പ്രിന്റ് തുടങ്ങിയ സേവനങ്ങളെല്ലാം ഡൽഹിയിലെ വിസ സെന്ററിൽ ലഭ്യമാകും. അറബിക്, ഇംഗ്ലീഷ് ഭാഷകളെ കൂടാതെ ഹിന്ദിയിലും ഈ സെന്ററിൽ സേവനം ലഭ്യമാണ്. ഡൽഹിക്ക് പിറകെ മുംബൈയിലെ സെന്റർ വ്യാഴാഴ്ച പ്രവർത്തനം തുടങ്ങും. തുടർന്ന് ചെന്നൈ, ഹൈദരാബാദ്, കൊച്ചി, ലക്നൌ, കൊൽക്കത്ത സെന്ററുകളും അടുത്ത മാസത്തോടെ പ്രവർത്തനം തുടങ്ങും. ഖത്തറിൽ തൊഴിൽ നേടുന്നവർക്കും കമ്പനികൾക്കും ഒരേപോലെ സൗകര്യപ്രദമാണ് വിസ സേവന കേന്ദ്രങ്ങളുടെ പ്രവർത്തനം. വിസ നടപടിക്രമങ്ങൾ എളുപ്പമാക്കുക, വിസ തട്ടിപ്പുകൾ തടയുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഖത്തർ കഴിഞ്ഞ വർഷം വിസ കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ചത്. ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിൽ കഴിഞ്ഞ ഒക്ടോബറിൽ ആദ്യ സെന്റർ പ്രവർത്തനം തുടങ്ങിയിരുന്നു. മീഡിയ 1 ദോഹ. ഒമാനിൽ ബുധനാഴ്ച മുതൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ പൊതു അതോറിറ്റി. മുസന്നം, വടക്കൻ ബാത്തിന, ബുറൈമി, ദാഹിറ ഗവർണറേറ്റുകളിൽ ഇടിയോടുകൂടിയുള്ള ശക്തമായ മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയുണ്ടെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ മസ്കത്ത് അടക്കം ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. ഉപയോഗശൂന്യമായ തരിശു നിലത്ത് 100 മേനി വിളവെടുപ്പിന്റെ വിജയം. UAE-യിലെ പ്രമുഖ മലയാളി കർഷകൻ സുധീഷ് ഗുരുവായൂരിന്റെ മേൽനോട്ടത്തിൽ ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്കിലെ ബ്ലൂറൈൻ ആസ്ഥാനത്താണ് കൃഷി ഇറക്കിയത്. UAE-യിലെ വിദ്യാലയമുറ്റത്തും വീടുകളുടെ ബാൽക്കണിയിലും വരെ ജൈവ കൃഷി നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയ സുധീഷ് ഗുരുവായൂരിന്റെ പുതിയ ഉദ്യമം കൂടിയാണിത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത കാർഷിക വിഭവങ്ങൾ വിളയിച്ചെടുക്കാൻ സാധിച്ചതിന്റെ ത്രില്ലിലാണ് ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്കിലെ സ്ഥാപന അധികൃതരും ജീവനക്കാരും. ബാക്ക്യാർഡ് ഞങ്ങൾ ഉപയോഗിക്കാതെ കിടന്ന ഒരു സ്ഥലമാണ്. അതിപ്പം എല്ലാവരും റെഗുലറായിട്ട് എല്ലാ ദിവസവും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായി മാറി. ഞങ്ങൾ ഉണ്ടാക്കുന്ന കിട്ടുന്ന ഫ്രഷ് പച്ചക്കറി കൊണ്ടുപോയിട്ട് ഞങ്ങൾ വെച്ച് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഫ്രഷ് അടിച്ചു വരുന്ന പച്ചക്കറി ഇവർക്ക് പുറത്തുനിന്ന് വാങ്ങാതെ പറ്റി. അതുകൊണ്ട് ഒരു ദിവസം ഒരു 10 കിറ്റെങ്കിലും ഇവർക്ക് എടുക്കാൻ കഴിയുന്നു പറഞ്ഞു. കമ്പനിയുടെ പിറകിലായി വെറുതെ കിടന്ന സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. ചാണകവും മണ്ണിര കമ്പോസ്റ്റും പച്ചില വളവും ഒക്കെ ചേർത്താണ് മണ്ണ് പാകപ്പെടുത്തിയതും. കൂട്ടായ്മയുടെ വിജയം കൂടിയാണിതെന്ന് സുധീഷ് ഗുരുവായൂർ പറഞ്ഞു. ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് ഉൾപ്പെടെ ദുബൈയിലെ കൂടുതൽ സ്ഥാപനങ്ങളുടെ പുറമ്പോക്കുകൾ കേന്ദ്രീകരിച്ചുള്ള കാർഷിക വിപ്ലവത്തിനു കൂടിയാണ് ഇതോടെ തുടക്കം കുറിക്കുന്നത്. മീഡിയ 1 ദുബൈ. UAE-യിൽ പ്രമേഹ രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി സർവേ റിപ്പോർട്ട്. ആരോഗ്യ മന്ത്രാലയം നടത്തിയ സർവേ അനുസരിച്ച് കൊളസ്ട്രോൾ പ്രശ്നമുള്ളവരുടെ എണ്ണത്തിലും പുകവലിക്കാരുടെ എണ്ണത്തിലും കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. UAE സ്വദേശികളും പ്രവാസികളുമായ 10,000 കുടുംബങ്ങളിൽ ആരോഗ്യ മന്ത്രാലയം നടത്തിയ സർവേയുടെ വിവരങ്ങളാണ് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സർവേ പ്രകാരം പ്രായപൂർത്തിയായ പ്രമേഹ രോഗികളുടെ എണ്ണം 18.9% നിന്ന് 11.8% കുറഞ്ഞിട്ടുണ്ട്. 2010-ലാണ് നേരത്തെ സമാനമായ സർവേ നടത്തിയിരുന്നത്. ഉയർന്ന കൊളസ്ട്രോൾ പ്രശ്നം അനുഭവിക്കുന്നവരുടെ എണ്ണം 57.6% നിന്ന് 43.7% കുറഞ്ഞു. അമിതവണ്ണമുള്ളവരുടെ എണ്ണം 27.8%. നേരത്തെ ഇത് 37.2%. പുകവലി ശീലമുള്ളവരുടെ എണ്ണം 11.1% നിന്ന് 9.1% കുറഞ്ഞിട്ടുണ്ട്. മുലയൂട്ടലിന്റെ നിരക്ക് 25.7% ഉയർന്നതായും സർവേ വ്യക്തമാക്കുന്നു. മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ അബ്ദുറഹ്മാൻ അൽ റന്ദാണ് സർവേ ഫലം പുറത്തുവിട്ടത്. മീഡിയ 1 ദുബായ്. ആവേശം വിതറി ബോളിവുഡ് താരം സൽമാൻ ഖാൻ സൗദി അറേബ്യയിലെത്തി. കിഴക്കൻ പ്രവിശ്യയിൽ നടന്നുവരുന്ന സൗദി ചലച്ചിത്രമേളയിൽ പങ്കെടുക്കുന്നതിനായാണ് സൽമാൻ ഖാൻ സൗദിയിലെത്തിയത്. ആദ്യമായാണ് ഇന്ത്യൻ സിനിമാ താരം സൗദിയുടെ ഔദ്യോഗിക അതിഥിയായി എത്തുന്നത്. പ്രിയ താരത്തെ ഒരു നോക്ക് കാണാൻ സ്വദേശികളും വിദേശികളും അടങ്ങിയ ആരാധകർ നീണ്ടനേരം കാത്തുനിന്നു. ഒടുവിൽ താരമെത്തി. പിന്നെ ഹർഷാരവം മുഴക്കി താരരാജാവിനെ കാണാനുള്ള തിക്കും തിരക്കും. സൗദി അറേബ്യയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ ബോളിവുഡ് താരമെത്തുന്നത് ഇതാദ്യമായാണ്. ഫിലിം ഫെസ്റ്റിവലിൽ മുഴുവൻ ടിക്കറ്റുകളും മണിക്കൂറുകൾക്കകം വിറ്റുതീർന്ന ഏക പരിപാടി കൂടിയായിരുന്നു ഇത്. We love him to see and it was amazing and the program was well organized. It was awesome too. It was an awesome experience to see. Indian actor ആദ്യമായിട്ടാണ് വരുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. We love Salman Khan. സന്ദർശകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ അധികൃതർ നന്നേ ബുദ്ധിമുട്ടിയിരുന്നു.
ഷോയുടെ ടിക്കറ്റ് ലഭിക്കാതെ നിരവധി പേരാണ് താരത്തെ ഒരു നോക്ക് കാണാൻ കഴിയാതെ നിരാശരായി മടങ്ങിയത്. സൽമാൻ ഖാനുമൊത്തുള്ള സംവാദ പരിപാടിയിൽ താരത്തിന്റെ ഓരോ മറുപടികളെയും സദസ്സ് ആർപ്പുവിളികളോടെയാണ് സ്വീകരിച്ചത്. നൗഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം. സൗദിയിൽ ഉംറ തീർത്ഥാടകരെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ അതിഥികളായി കൊണ്ടുവരുന്നതിനുള്ള പദ്ധതി ഉടൻ ആരംഭിക്കും. വിദേശികൾക്കും സ്വദേശികൾക്കും പദ്ധതി ഉപയോഗപ്പെടുത്താനാകും. ഹജ്ജ് ഉംറ മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയാണ് ഇക്കാര്യം അറിയിച്ചത്. നിയമാനുസൃതം രാജ്യത്ത് താമസിക്കുന്ന വിദേശികൾക്ക് അടുത്ത ബന്ധുക്കളെയാണ് അതിഥികളായി ഉംറ വിസയിൽ കൊണ്ടുവരാൻ സാധിക്കുക. 3 മുതൽ 5 വരെ ബന്ധുക്കളെ ഇങ്ങനെ കൊണ്ടുവരാൻ അനുവാദമുണ്ടാകും. ഉംറത്തുൽ മുളീഫ് അഥവാ ഗസ്റ്റ് ഉംറ എന്നാണ് പദ്ധതിയുടെ പേര്. സ്വദേശികൾക്കും വിദേശികൾക്കും വർഷത്തിൽ 3 തവണ അതിഥികളെ കൊണ്ടുവരാൻ അനുവാദമുണ്ട്. ഹജ്ജ് ഉംറ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ അസീസ് വസാൻ അറിയിച്ചതാണ് ഇക്കാര്യം. അതിഥികൾ രാജ്യം വിടുന്നതുവരെ ആതിഥേയരുടെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിലായിരിക്കും. അതിഥികൾക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ആതിഥേയർ നൽകണം. സ്വദേശികൾക്ക് അവരുടെ സിവിൽ ID ഉപയോഗിച്ചും വിദേശികൾക്ക് ഇക്കാമ നമ്പർ ഉപയോഗിച്ചും ഉംറ വിസക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇക്കാമയുടെ പ്രൊഫഷൻ സംബന്ധിച്ച നിബന്ധനകളുണ്ടാകുമോ എന്നതിനെ സംബന്ധിച്ചും വിസയുടെ കാലാവധി, പദ്ധതി എന്നു മുതൽ ആരംഭിക്കുമെന്നതിനെ കുറിച്ചും വിവരങ്ങൾ അറിവായിട്ടില്ല. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. കുവൈത്തിൽ വിദേശ തൊഴിലാളികളുടെ എണ്ണത്തിൽ വൻ ഇടിവുണ്ടായതായി റിപ്പോർട്ട്. ഫിലിപ്പൈൻസ് തൊഴിലാളികൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞുപോക്കുണ്ടായത്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കണക്കുകൾ പുറത്തുവിട്ടത്. രാജ്യത്തെ ഫിലിപ്പൈൻ തൊഴിലാളികളുടെ എണ്ണം 2,43,400 നിന്ന് 2,16,200 കുറഞ്ഞത്. കഴിഞ്ഞ 9 മാസങ്ങൾക്കിടെ 27,000 ഫിലിപ്പീനുകൾ കുവൈത്ത് വിട്ടതായാണ് ഇത് സൂചിപ്പിക്കുന്നത്. മൊത്തം ഫിലിപ്പീനോ തൊഴിലാളികളുടെ 12% വരും തിരിച്ചുപോയവരുടെ എണ്ണം. കുവൈത്തിലെ വിദേശി സാന്നിധ്യത്തിൽ ഫിലിപ്പൈൻസ് 4ാം സ്ഥാനത്താണ്. ഗാർഹിക തൊഴിൽ മേഖലയിൽ 2ാം സ്ഥാനമാണ് ഫിലിപ്പീനുകൾക്കുള്ളത്. ഏറ്റവും വലിയ വിദേശി സമൂഹമായ ഇന്ത്യക്കാരുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. 8,89,000 ഇന്ത്യക്കാരാണ് കുവൈത്തിൽ പ്രവാസം നയിക്കുന്നത്. 4,84,000 പേരുമായി ഈജിപ്ത് 2ാം സ്ഥാനത്തും 2,71,000 തൊഴിലാളികളുമായി ബംഗ്ലാദേശ് 3ാം സ്ഥാനത്തും തുടരുന്നു. ജനസംഖ്യാ ക്രമീകരണം, തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം, സ്വദേശിവൽക്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ കുവൈത്ത് കൈക്കൊണ്ടുവരുന്ന നടപടികൾ വിദേശികളുടെ കൊഴിഞ്ഞുപോക്കിന് കാരണമായതായാണ് വിലയിരുത്തപ്പെടുന്നത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകളിൽ തുടങ്ങാനിരുന്ന സെക്കൻഡ് ഷിഫ്റ്റ് ബാച്ച് ഈ അധ്യയന വർഷം ഉണ്ടാവില്ല. കൂടുതൽ ഇന്ത്യൻ സ്കൂളുകൾ തുറക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രാലയം സെക്കൻഡ് ഷിഫ്റ്റ് ഈ വർഷം വേണ്ടെന്ന് വെച്ചത്. ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പ്രവാസികൾ നേരിട്ടിരുന്ന സീറ്റ് അപര്യാപ്തത പ്രശ്നം പരിഹരിക്കുകയെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് 4 സ്കൂളുകൾക്ക് സെക്കൻഡ് ഷിഫ്റ്റ് തുടങ്ങാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അനുമതി നൽകിയിരുന്നത്. അതനുസരിച്ച് ഈ സ്കൂളുകളിൽ ഈവനിംഗ് ബാച്ചിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കവെയാണ് സെക്കൻഡ് ഷിഫ്റ്റ് സമ്പ്രദായം ഈ അധ്യയന വർഷം ഉണ്ടാവില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ ഇന്ത്യൻ സ്കൂളുകൾ തുറക്കുന്ന പശ്ചാത്തലത്തിലാണ് സെക്കൻഡ് ഷിഫ്റ്റ് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. പുതിയ സ്കൂളുകൾ വരുന്നതോടെ സീറ്റ് അപര്യാപ്തത പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ സെക്കൻഡ് ഷിഫ്റ്റ് എന്ന ആശയം പൂർണ്ണമായും തള്ളിക്കളയുന്നതായി മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടില്ല. 4 ഇന്ത്യൻ സ്കൂളുകൾക്കൊപ്പം പാകിസ്ഥാൻ, തുണീഷ്യ, ഫിലിപ്പൈൻ സ്കൂളുകൾക്കും സെക്കൻഡ് ഷിഫ്റ്റ് അനുവദിച്ചിരുന്നു. ഇവയെല്ലാം പുതിയ ഉത്തരവോടെ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. ഈ വർഷം പുതിയ സ്കൂളുകൾ തുറക്കുന്നതോടെ നിലവിലുള്ള സ്കൂളുകളിലെ സീറ്റുകൾക്ക് പുറമെ തന്നെ 2000-ഓളം അധിക സീറ്റുകൾ ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സീറ്റ് ആവശ്യം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടേക്കുമെന്നാണ് പ്രതീക്ഷ. മീഡിയ 1, ദോഹ. ജലദൌർലഭ്യം, ഭക്ഷ്യസുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട ആഗോളതല ഗവേഷണങ്ങൾക്ക് അബുദാബി 560 കോടി ദിർഹം ഫണ്ട് പ്രഖ്യാപിച്ചു. അബുദാബി കിരീടാവകാശിയാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചത്. അബുദാബിയുടെ ടുമാറോ 2021 പദ്ധതിയുടെ ഭാഗമായാണ് ഫണ്ട് അനുവദിക്കുന്നത്. ജലദൌർലഭ്യം, ഭക്ഷ്യസുരക്ഷ എന്നീ രംഗങ്ങളിൽ ലോകത്തെവിടെയും നടക്കുന്ന ഗവേഷണങ്ങൾക്ക് 560 കോടി ദിർഹമിന്റെ ഫണ്ട് പ്രയോജനപ്പെടുത്താം. അബുദാബി കിരീടാവകാശിയും UAE സായുധസേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ മുൻകൈയെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. അബുദാബി എമിറേറ്റിന്റെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനും എണ്ണ വരുമാനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ആവിഷ്കരിച്ച 5000 കോടി ദിർഹമിന്റെ പദ്ധതിയാണ് ടുമാറോ 2021. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. മീഡിയ 1, അബുദാബി. ദുബായ് അൽ മനാർ സെന്റർ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സഹിഷ്ണുതാ കൺവെൻഷൻ അടുത്ത മാസം നടക്കും. 3 ദിവസം നീണ്ടുനിൽക്കുന്ന കൺവെൻഷനിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. UAEയുടെ സഹിഷ്ണുതാ വർഷാചരണം മുൻനിർത്തിയാണ് കൺവെൻഷൻ.
ഏപ്രിൽ 3 മുതൽ 5 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് കൺവെൻഷൻ നടക്കുക. അൽമനാർ ഇസ്ലാമിക് സെന്ററിന്റെ രക്ഷാധികാരി കൂടിയായ ഷെയ്ഖ ഹിന്ദ് ബിൻത് മക്തൂം ബിൻ ജുമുഅ അൽ മക്തൂമിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. കലുഷിതമായ ലോക സാഹചര്യത്തിൽ 200ഓളം രാജ്യങ്ങളിലുള്ളവർ സമാധാനപൂർണ്ണമായി ജീവിക്കുന്ന UAE ഏറ്റവും മികച്ച മാതൃക കൂടിയാണെന്ന് അൽമനാർ ഇസ്ലാമിക് സെന്റർ ചെയർമാൻ സംസുദ്ദീൻ ബിൻ മൊഹീദ്ദീൻ, മുഹമ്മദ് സുഹൈൽ അൽ മൊഹൈലി, AP അബ്ദുസമദ്, VK സക്കരിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സഹിഷ്ണുതയുടെ മഹിത സന്ദേശവും ഇസ്ലാമിക മൂല്യങ്ങളും കൂടുതൽ ജനങ്ങളിലേക്ക് പകർന്നേക്കുക എന്നതാണ് കൺവെൻഷനിലൂടെ ലക്ഷ്യമിടുന്നത്. ആശയ സംവാദത്തിനുള്ള മികച്ച വേദി കൂടിയായിരിക്കും കൺവെൻഷൻ. സഹിഷ്ണുതാ വർഷത്തിൽ നടക്കുന്ന വിപുലമായ സംരംഭം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ചടങ്ങിന്. അഹമ്മദ് ഹാമിദ്, മുഹമ്മദ് അലി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മീഡിയ 1 ദുബായ്. മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മസ്കറ്റ് ഇന്ത്യൻ എംബസിയിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. സത്യവാർത്ത എന്ന പേരിൽ ഒരുക്കിയിരുന്ന പ്രഭാഷണ പരിപാടിയിൽ ഒമാൻ സർക്കാർ പ്രതിനിധികൾ, എംബസി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് മസ്കത്ത് ഇന്ത്യൻ എംബസി ഓഡിറ്റോറിയത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചത്. സ്ഥാനപതി മുനു മഹാവീർ സത്യവാർത്ത എന്ന പേരിൽ ഒരുക്കിയിരുന്ന പ്രഭാഷണ പരിപാടിയുടെ പ്രാധാന്യത്തെപ്പറ്റി വിശദീകരിച്ചു. ആഗോളതലത്തിൽ ഗാന്ധിജിയുടെ ദർശനങ്ങൾക്ക് ധാരാളം ജനങ്ങളെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞുവെന്ന് മുഖ്യപ്രഭാഷകൻ അബ്ദുൽ വഹാബ് പറഞ്ഞു. I've been inspired when I was much younger by his message of tolerance, truth, searching for truth, and definitely the non-violence. There is no way you can solve anything with violence. And so that's always been my way of thinking also. So he's influenced me in many ways. The way I think about resolving things, approaching things is the Gandhi way. പ്രതിസന്ധി ഘട്ടത്തിൽ ഗാന്ധിജി പഠിപ്പിച്ച അഹിംസയുടെ മൂല്യം തനിക്ക് വളരെയധികം പ്രചോദനം നൽകിയിട്ടുണ്ടെന്നും അബ്ദുൽ വഹാബ് കൂട്ടിച്ചേർത്തു. ഗാന്ധിജിയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓൺലൈൻ മത്സരത്തിൽ വിജയികളായവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. മീഡിയ 1 മസ്കത്ത്. ഇൻകാസ് സലൈൻ കമ്മിറ്റിയുടെ കുടുംബസംഗമം ദുബായിൽ നടന്നു. ഫൈസൽ തഹാനി, S അഷ്റഫ്, ഡോക്ടർ ഷാഹുൽ ഹമീദ, അലിമോൻ, സലീം വഞ്ഞാറമൂട്, അബൂബക്കർ റഹീം എന്നിവർ സംസാരിച്ചു. വിവിധ കലാകായിക മത്സരങ്ങളും അരങ്ങേറി. സന്തോഷ് പയ്യന്നൂർ സ്വാഗതവും ഹംസ വട്ടേക്കാട് നന്ദിയും പറഞ്ഞു. ഇനി വോട്ടിനക്കരെ. കാസർഗോഡ് ലോക്സഭാ സീറ്റ് UDF തിരിച്ചുപിടിക്കുമെന്ന് UDF മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MC ഖമറുദ്ദീൻ. വികസന കാര്യത്തിൽ നിലവിലെ MP വളരെ പിന്നിലായിരുന്നെന്നും എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഗ്രാമങ്ങളിൽ മാത്രമാണെന്നും ഖമറുദ്ദീൻ കുവൈത്തിൽ പറഞ്ഞു. നിയോജക മണ്ഡലം കൈയടക്കി വെച്ചിരുന്ന LDF വികസനപരമായി പക്ഷപാതിത്വവും അതുപോലെ തന്നെ പാർട്ടി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നതിലുള്ള വലിയ അമർഷം അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉണ്ട്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനേക്കാൾ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് പരിചിതൻ എതിർ സ്ഥാനാർത്ഥിയാണല്ലോ എന്ന ചോദ്യത്തോട് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു. നമ്മുടെ കരുണാകരനേക്കാളും വലിയ ഒരു ജയിക്കാൻ പറ്റിയ ഒരു കൊമ്പൊന്നും സതീഷ് ചന്ദ്രനില്ല. പെരിയ ഇരട്ടക്കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് CPM-ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CBI അന്വേഷണം അവിടെ നിലവിൽ വരുന്നതുവരെ UDF-ഉം കോൺഗ്രസും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകും. KMCC-യുടെ തൃക്കരിപ്പൂർ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ കുവൈത്തിലെത്തിയതായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ MC ഖമറുദ്ദീൻ. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഇന്ത്യയുടെ മതേതരത്വ ഭരണഘടന സംരക്ഷിക്കുന്നതിന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെന്ന് സുപ്രീം കോടതി. സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ജിദ്ദയിൽ KMCC പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KMCC ജിദ്ദ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. അധികാരം പിടിച്ചെടുക്കുന്നതിനും നിലനിർത്തുന്നതിനും ഏതുവിധത്തിലുള്ള ഗിമ്മിക്കിനും പ്രാപ്തനായ നല്ലൊരു മാർക്കറ്റിംഗ് പേഴ്സണാലിറ്റിയാണ് നരേന്ദ്രമോദി. ഏകാധിപതിക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാവുമെന്ന ആപ്തവാക്യം അനർത്ഥമാക്കുന്ന ശൈലിയാണ് അദ്ദേഹത്തിന്റേത്. എതിർ ശബ്ദങ്ങളെ ദേശീയതയുടെയും രാജ്യസുരക്ഷയുടെയും പേരിൽ നിശബ്ദമാക്കുകയാണ് മോഡി ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. KMCC സെൻട്രൽ കമ്മിറ്റി ഉപാധ്യക്ഷൻ CK റസാഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ അരിമ്പ്ര, VP മുസ്തഫ, അക്കീം പാറക്കൽ, ഹബീബ് കല്ലൻ, അബ്ദുൽ ഗഫൂർ മങ്കട തുടങ്ങിയവർ സംസാരിച്ചു. ഉനൈസ് VP അധ്യക്ഷനായിരുന്നു. മീഡിയ 1 ജിദ്ദ. സൗദിയിലെ ബുറൈദയിലെ മലയാളി കൂട്ടായ്മയായ മ്യൂസിക് ഫാൻസ് നടത്തിയ ഗസൽ സന്ധ്യ പ്രേക്ഷകർക്ക് വേറിട്ട അനുഭവമായി. ഗായകൻ ഷാഫി കൊല്ലത്തിനൊപ്പം ബുറൈദയിലെ കലാകാരന്മാരും ഗസൽ വേദിയിൽ അണിനിരന്നു. മണ്ണുവാരി കളിച്ചപ്പോൾ
വളർന്നുവരുന്ന കലാകാരന്മാർക്ക് വേദി സൃഷ്ടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ബുറൈദയിൽ ആദ്യമായി ഗസൽ സന്ധ്യ ഒരുക്കിയത്. ഗസൽ സംഗീതത്തിന്റെ സൗന്ദര്യം സദസ്സിലേക്ക് പകർന്ന് ജഗ്ജിത് സിംഗിന്റെ ഗാനത്തോടെയായിരുന്നു തുടക്കം. ഗസൽ ഗായകരായ കൊച്ചിനുമ്പായി റാസ ദമ്പതികളുടെ ഗസലുകളും കാണികളിലേക്ക് എത്തിച്ചു. സക്കീർ പത്ര, ഡോക്ടർ ലൈജു, ബക്കർ കൂടരിഞ്ഞി, മോഹൻലാൽ, ഇല്യാസ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ വൺ, ബുറൈദ. സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ശാഖകളിൽ ഭക്ഷ്യമേളയ്ക്ക് തുടക്കമായി. മേളയോടനുബന്ധിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പരിപാടിയും വിവിധ ശാഖകളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏപ്രിൽ 6 വരെയാണ് ഭക്ഷ്യമേള. ലോകോത്തര വൈവിധ്യങ്ങൾ നിറഞ്ഞ ഭക്ഷ്യമേളയാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ദമാം ലുലു മാൾ സ്റ്റോറിലെ ഭക്ഷ്യമേള പ്രവിശ്യ ഡ്രൈവിംഗ് സ്കൂൾ മേധാവി പ്രൊഫസർ അബ്ദുള്ള അൽ ഖഹ്ലാൻ, സൗദി പ്രസ് ഏജൻസി അംഗം പ്രൊഫസർ ഖാലിദ് സെയ്ഫ് അൽ ഖലൈവി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മേളയോടനുബന്ധിച്ച് ദമാം, റിയാദ്, ജിദ്ദ തുടങ്ങിയ ശാഖകളിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പരിപാടിയും വരും ദിവസങ്ങളിൽ നടക്കും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് മത്സരത്തിൽ പങ്കാളിത്തം. ഇതിനു പുറമെ പാചക മത്സരം, ഇൻസ്റ്റോർ പരിപാടികൾ എന്നിവയും സംഘടിപ്പിക്കും. വിവിധ സമ്മാന പദ്ധതികളും മേളയുടെ ഭാഗമായുണ്ട്. ലോകോത്തര ഷെഫുമാരുമായി ഉപഭോക്താക്കൾക്ക് സംവദിക്കാനുള്ള അവസരവും ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. മീഡിയ വൺ, ദമാം.